നമസ്കാരം. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ പ്രതിയായ മാസപ്പടി കേസിൽ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വാദം കേൾക്കുന്നു. കഴിഞ്ഞ 26-ാം തീയതി മാസപ്പടി കേസിൽ ഇഡിയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CMRL നൽകിയ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളുകയുണ്ടായി. ഇഡിക്ക് ആ വിഷയവുമായി മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞത്. നീണ്ട 2 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിന് സമാന്തരമായി ഇഡിക്ക് കൂടി അന്വേഷിക്കാം, ഇഡിയുടെ അന്വേഷണത്തിലുള്ള വിലക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നീക്കിയത്. കഴിഞ്ഞ ബുധനാഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇഡി അന്വേഷണത്തിന്റെ വിലക്ക് നീക്കിയതോടുകൂടി പിറ്റേ ദിവസം രാവിലെ 5 മണിയോടുകൂടി തന്നെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ താമസിക്കുന്ന തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിൽ റെയ്ഡ് ആരംഭിക്കുകയായിരുന്നു ഇഡി. ഏതാണ്ട് 8.5 മണിക്കൂർ നീണ്ടുനിന്ന റെയ്ഡിനൊടുവിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഫോണും അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസും അടക്കമുള്ള നിരവധി രേഖകൾ ഇഡി പിടിച്ചെടുക്കുകയുണ്ടായി. വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ടുകളും ഇഡി മരവിപ്പിക്കുകയുണ്ടായി. ഈ ബാങ്ക് അക്കൗണ്ടുകളിൽ, അതായത് വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായി ഏതാണ്ട് 18 കോടി രൂപയിലധികം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഇന്നിപ്പോൾ HDFC ബാങ്ക് ലോക്കർ, വീണയുടെ പേരിലുള്ള HDFC ബാങ്ക് ലോക്കർ ഇഡി തുറന്ന് പരിശോധിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഇവിടെയാണ് രാഷ്ട്രീയപരമായി എന്തായിരുന്നു ഈ കേസിന്റെ മാനം എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടത്. അതായത് കഴിഞ്ഞ 2 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ എങ്ങനെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇഡിയുടെ അന്വേഷണം തുടരാം, ഇഡിയുടെ അന്വേഷണത്തെ മരവിപ്പിച്ചുകൊണ്ട് CMRL നൽകിയ ഹർജി എങ്ങനെയാണ് ഇപ്പോൾ 2 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം ഇഡിക്ക് അന്വേഷിക്കാം എന്ന ഒരു നിയമാനുവാദം കിട്ടുന്നത് എന്നുള്ളത് ചിന്തനീയം തന്നെയാണ്. മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് 2020 കാലഘട്ടത്തിലാണ് വീണ വിജയനുമായി ബന്ധപ്പെട്ട്, വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉയർന്നു കേൾക്കുന്ന തരത്തിലുള്ള ഒരു കോഴ വിവാദം, മാസപ്പടി വിവാദം ഉണ്ടായത്. അതായത് വീണ വിജയന്റെ എക്സാലോജിക് എന്ന കടലാസ് കമ്പനിയിലേക്ക്, ഷെൽ കമ്പനിയിലേക്ക് CMRL എന്ന കമ്പനിയിൽ നിന്ന് 1,72,00,000 രൂപ നേരിട്ടും അതുപോലെ CMRLന്റെ മറ്റൊരു സാമ്പത്തിക കേന്ദ്രമായ എംപവർ ഇന്ത്യ എന്ന സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ വായ്പ വീണ വിജയന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 2,72,00,000-ലധികം രൂപയുടെ ഇടപാടുകൾ ഇവർ തമ്മിൽ നടന്നിട്ടുണ്ട് എന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിലും അതുപോലെ ഇഡിയുടെ അന്വേഷണത്തിലും കണ്ടെത്തിയിരിക്കുന്നത്. 5 ലക്ഷം രൂപ വീതം വീണയുടെ മാസപ്പടി ആയി വീണയുടെ അക്കൗണ്ടിലേക്കും 3 ലക്ഷം രൂപ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്കും വന്നു എന്നുള്ള ബാങ്ക് ഡീറ്റെയിൽസ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷക്കാലമായി ഇത്തരം കേസുകൾ യാതൊരു തരത്തിലും മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടായിരുന്നില്ല. പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ ഏതാണ്ട് 37 തവണയിലധികം മാറ്റിവെക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് 25 പ്രാവശ്യത്തിലധികമാണ് CMRL ഡൽഹി ഹൈക്കോടതിയിൽ നടത്തിയിരിക്കുന്ന മാസപ്പടി വിവാദം അന്വേഷിക്കരുത് എന്ന് പറഞ്ഞ് കൊണ്ട് നൽകിയ ഹർജിയിന്മേൽ മാറ്റി മാറ്റി വയ്ക്കപ്പെട്ടത് ആ കേസ്. ഡൽഹി ഹൈക്കോടതിയിൽ CMRL നൽകിയ ഹർജി പ്രകാരം വീണ വിജയന്റെ മാസപ്പടിയിലുള്ള ഇഡി അന്വേഷണം തടസ്സപ്പെടുത്തിക്കൊണ്ട് 25 പ്രാവശ്യമാണ് കോടതി ഈ കേസ് മാറ്റി വയ്ക്കപ്പെട്ടത്. അതായത് മറ്റൊരു ലാവ്ലിൻ കേസ് പോലെ തന്നെയായിരുന്നു ഈ മാസപ്പടി വിവാദം നീണ്ടുപോയത്. പിണറായി വിജയന്റെ അധികാര സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ പടിയിറങ്ങുമ്പോഴായിരുന്നു ഇപ്പോൾ വീണ്ടും ഇഡി അന്വേഷണവുമായി മുന്നോട്ട് വരുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇഡിയുടെ വിലക്ക് നീക്കിയത് എന്താണ്, ഇതിന് പുറകിൽ ഉണ്ടായിരിക്കുന്ന ഒരു ചേതോവികാരം എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയപരമായി കേരളം പരിശോധിക്കുന്നത് അഥവാ പരിശോധിക്കപ്പെടുന്നത്. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJP സർക്കാരാണ് പിണറായി വിജയനെ ഇവിടെ വളർത്തിക്കൊണ്ടുവന്നത്. രാഷ്ട്രീയമായി കേരളത്തിൽ കോൺഗ്രസ് വിമുക്തമായ കേരളമായിരിക്കണം, കോൺഗ്രസ് വിമുക്തമായ ഭാരതമായിരിക്കണം. നരേന്ദ്രമോദിക്ക് വെല്ലുവിളി ഉണ്ടാകുന്ന രീതിയിൽ കഴിഞ്ഞ 2 തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 18ഉം 19ഉം വീതമാണ് MP-മാരെ ഇവിടെ നിന്നും കോൺഗ്രസ് ജയിപ്പിച്ച് പറഞ്ഞയച്ചത്. അപ്പോൾ കോൺഗ്രസ് വിമുക്ത ഭാരതത്തിന് വേണ്ടി, കോൺഗ്രസ് തകരുന്നതിന് വേണ്ടി കേരളത്തിൽ പിണറായി വിജയനെ വളർത്തുക അല്ലെങ്കിൽ CPM-നെ വളർത്തുക എന്നുള്ള നയമാണ് BJP സർക്കാർ കൈക്കൊണ്ടത് എന്നുള്ളതാണ് പറയാൻ കഴിയുക. അല്ല എന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും കേരളത്തിൽ വന്നപ്പോൾ പലകുറി അവർ പറഞ്ഞതാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു എന്ന്. എന്നിട്ട് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയും അമിത്ഷായും ഒരു തരത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പേരിൽ ഒരു നടപടിയും കൈക്കൊള്ളാതിരുന്നത് എന്നുള്ളത് ചോദ്യം തന്നെയാണ്. മാത്രമല്ല പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ, ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ ഏതാണ്ട് 37 പ്രാവശ്യത്തിലധികം മാറ്റിവെക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 1.5 വർഷക്കാലമായി സുപ്രീം കോടതിയുടെ ബെഞ്ചിൽ പോലും ഈ കേസ് വിളിച്ചിട്ടില്ല എന്ന്
പറയുമ്പോൾ അവിടെ രാഷ്ട്രീയപരമായ ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള ദുസൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അല്ലെങ്കിൽ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് 25 പ്രാവശ്യം ഡൽഹി ഹൈക്കോടതിയിൽ എങ്ങനെയാണ് പിണറായി വിജയന്റെ മകൾ ഉൾപ്പെട്ട ഈ കേസ് മാറ്റിവെക്കപ്പെട്ടത് എന്നുള്ളത് ചോദ്യം തന്നെയാണ്. സ്വപ്ന സുരേഷ് എന്ന നയതന്ത്ര കാര്യാലയത്തിൽ ജോലിയുണ്ടായിരുന്ന ഒരു സ്ത്രീ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു. കൂടാതെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം കോടിക്കണക്കിന് കോഴ ഇടപാട് നടന്നിരിക്കുന്നു. റെഡ് ക്രസന്റ് എന്ന വിദേശ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ വഴി ഫെമ നിയമം ലംഘിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഡോളർ കടന്നിട്ടുണ്ട്. അങ്ങനെ ഡോളർ കടത്ത്, ലൈഫ് മിഷൻ കോഴ കേസ് എന്നിങ്ങനെ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്, കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ബന്ധപ്പെട്ട് പിണറായി വിജയനെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാൻ സാധിക്കാതെ പോയത് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. അതിന്റെ അർത്ഥം BJPക്ക് വളരണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ തകർക്കണം എന്നുള്ളതായിരുന്നു കേന്ദ്രത്തിന്റെ ധാരണ. എന്നാൽ ഈ കഴിഞ്ഞ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, അതിന്റെ ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം BJP സർക്കാരിന് മനസ്സിലാക്കിയിരിക്കുന്നു. BJPക്ക് കേരളത്തിൽ വളരണം എന്നുണ്ടെങ്കിൽ CPMന്റെ വോട്ട് കിട്ടിയാൽ മാത്രമേ സാധിക്കൂ. കോൺഗ്രസിനെ തളർത്തുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. കാരണം കേരളത്തിലെ പ്രബലരായ 2 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ, അതായത് ക്രൈസ്തവ വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും വോട്ട് ഒരു കാരണവശാലും BJPക്ക് നേടി BJPക്ക് സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ആ വോട്ടുകളെല്ലാം കോൺഗ്രസിന്റെ വോട്ട് ബാങ്കായി മാറുന്നു. പകരം CPMന്റെ വോട്ടുകൾ കിട്ടിയാൽ മാത്രമേ തങ്ങൾക്ക്, അതായത് BJPക്ക് കേരളത്തിൽ വളരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി BJPയുടെ കേന്ദ്ര നേതൃത്വങ്ങൾക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം 2026 BJP നേടിയ സീറ്റുകൾ 3 ഇടതുപക്ഷത്തിന്റെ സീറ്റുകൾ തന്നെയാണ്. ഈ 3 സീറ്റുകളിലും 2 സീറ്റ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എന്നാൽ കൊല്ലം ചാത്തന്നൂരിൽ സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തോടു കൂടി BJP ജയിക്കുമ്പോൾ CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സീറ്റുകളാണ് BJP കിട്ടിയത് എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ, ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ നേടിയാലേ CPMന്റെ വോട്ടുകൾ നേടിയാൽ അല്ലെങ്കിൽ നേടാൻ കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിൽ BJPക്ക് വളരുവാൻ സാധിക്കൂ എന്നുള്ള സത്യം BJP കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി, കേരള ഹൈക്കോടതിയുടെ ED അന്വേഷണം മരവിപ്പിച്ചുകൊണ്ടുള്ള ഹർജി റദ്ദു ചെയ്യുകയും കോടതിയുടെ ഉത്തരവ് പ്രകാരം EDക്ക് ഈ കേസുമായി മുന്നോട്ട് അന്വേഷണം നടത്താമെന്നുള്ള ഉത്തരവ് വന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ പിണറായി വിജയനെ പൂട്ടുക, അല്ലെങ്കിൽ വീണ വിജയന്റെ മാസപ്പടി വിവാദം അന്വേഷണത്തിലൂടെ പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്ന CPMന്റെ തലമുതിർന്ന നേതാവിനെ തളയ്ക്കുക, അതുവഴി CPMനെ തളർത്തിക്കൊണ്ട് BJPക്ക് നേട്ടമുണ്ടാക്കുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്നതും, കഴിഞ്ഞ 25 തവണ ഡൽഹി ഹൈക്കോടതിയിൽ മാറ്റിവെക്കപ്പെട്ട മാസപ്പടി വിവാദം ഇപ്പോഴും അവിടെ ആ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു. ഡൽഹി ഹൈക്കോടതിയിൽ ജൂലൈ ആദ്യവാരം ആ കേസ് പരിഗണിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ മാസപ്പടി വിവാദം EDക്ക് അന്വേഷിക്കാം എന്നുള്ള ഉത്തരവ് വന്നതിന്റെ മണിക്കൂറുകൾക്കകം പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടന്നു എന്നുള്ളത് കേന്ദ്ര BJPയുടെ ചില ഇടപെടലുകൾ അതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയും എന്നാണ് രാഷ്ട്രീയ നേതാക്കൾ സൂചിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ ലാവ്ലിൻ കേസിലും കൃത്യമായ രീതിയിൽ തന്നെ ഇടപെടലുകൾ ഉണ്ടാകും. തീർച്ചയായും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുമ്പോഴും ഇത്രയും നാളും നിയമത്തിൽ ഒരു മന്ദീഭവിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇത് ബഹുമാനപ്പെട്ട കോടതികളെ തള്ളി പറയുന്നതല്ല, കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലൊരു വികാരമുണ്ടായിരുന്നു. പിണറായി വിജയന്റെ മകൾ പ്രതിയായ മാസപ്പടി കേസും അതുപോലെ തന്നെ പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ കേസുമെല്ലാം അനന്തമായി നീണ്ടുപോകുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായ ഇടപെടലുകൾ ഉണ്ടോ എന്നുള്ള സാധാരണക്കാരുടെ സംശയത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലായിരുന്നു അത്തരം കേസുകളുടെ കാലതാമസം. എന്നാൽ ഇപ്പോൾ ED റെയ്ഡ് പിണറായി വിജയന്റെ വീട്ടിൽ നടന്നതോടുകൂടി ഇനിയും രാഷ്ട്രീയമായ പല ധ്രുവീകരണങ്ങളും കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും കേന്ദ്ര BJPയുടെ സഹകരണം അല്ലെങ്കിൽ സഹായം ഇനി പിണറായി വിജയൻ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള എല്ലാ കേസുകളിലും കാര്യക്ഷമമായ അന്വേഷണം നടക്കും. ഒരു വേള സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ശബരിമല സ്വർണ്ണക്കൊള്ളയിലും ലൈഫ് മിഷൻ കേസിലും അതുപോലെ ഡോളർ കടത്ത് കേസിലുമെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കേസുകളിലും കൃത്യമായ അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത്. ഇതിനിടയിൽ ഇന്ന് കേരള ഹൈക്കോടതിയിൽ CMRL നൽകിയിരിക്കുന്ന EDയുടെ അന്വേഷണം തടയണമെന്ന ഹർജി വീണ്ടും കേരള ഹൈക്കോടതി വാദം കേൾക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വാദത്തിനിടയിൽ ഇനി EDക്ക് അന്വേഷണം തുടരാൻ സാധിക്കുമോ, അത് CMRLന്റെ ഹർജി പരിഗണിച്ചുകൊണ്ട് സീരിയസ് ബോർഡ് ഓഫീസിന്റെ അന്വേഷണം നടക്കുന്ന ഈ കേസിൽ കൃത്യമായി ആ അന്വേഷണം കഴിയുന്നതുവരെ EDയെ തടയണം എന്നുള്ള CMRLന്റെ ആവശ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.